എല്ലാവർക്കും എൻ്റെ കൃഷി ലോകത്തിലോട്ട് സ്വാഗതം. 100% ജൈവ രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്ന എൻ്റെ പച്ചക്കറി തോട്ടമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഉള്ളത്. രാവിലെ ഫ്രീ ആയിരുന്ന കാരണം പച്ചക്കറിയൊക്കെ ചില പറിക്കാമെന്ന് വിചാരിച്ചു. മുളക് പഴുത്തത് പൊടിക്കാൻ വേണ്ടി പച്ചമുളക്, ബീൻസ്, പാവയ്ക്ക, പീച്ചിങ്ങ, പയറ്, അച്ചിങ്ങാപ്പയർ, വിത്തിനുള്ള പയർ, വെണ്ടയ്ക്ക. ഇവിടെ സാധാരണ സമ്മർ മാത്രമേ കൃഷി നടക്കത്തുള്ളൂ. അപ്പോൾ കാലാവസ്ഥ ഒത്തു കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല വിളവ് ലഭ്യമാകുകയുള്ളൂ. ഇത് പടവലമാണ്. പടവലം ആദ്യം കുറച്ച് കായൊക്കെ ഉണ്ടായി. ഇപ്പോൾ അത് കായുടെയൊക്കെ കഴിഞ്ഞു, ഇലയൊക്കെ പഴുത്തു തുടങ്ങി. ആദ്യമേയൊക്കെ കായൊക്കെ ഉണ്ടായതൊക്കെ കുറേ എല്ലാം പൊഴിഞ്ഞു പോവുകയും കരിഞ്ഞു പോവുകയൊക്കെ ചെയ്തു. ഇപ്പം ക്ലൈമറ്റ് ഇച്ചിരി വ്യത്യാസമായപ്പോൾ എല്ലാത്തിലും വീണ്ടും കാ പിടിച്ചു തുടങ്ങി. ഇതൊക്കെ നമ്മുടെ നാടൻ കാന്താരിയാണ്. കാന്താരി 4-5 വർഷമൊക്കെ നിൽക്കും. വിൻ്ററൊക്കെ ആകുമ്പോഴത്തേക്കും അത് പ്രൂൺ ചെയ്ത് നിർത്തും. സീസണാകുമ്പോൾ നിറയെ കായ്ക്കും. 3 മൂട് കറിവേപ്പ് വെച്ചതാണ്. ഇത് നാടൻ കാന്താരിയാണ്. ഇതൊക്കെ ഇവിടെ തനിയെ വീണ് കിളുത്തിരിക്കുന്നതാണ്. പയറും പാവലും ഒക്കെ ആണെങ്കിലും കുറേ ഞാൻ കുഴിച്ചിട്ടതും കുറച്ച് തനിയെ മുളച്ച് വന്നതുമുണ്ട്. ഇതിൻ്റെയൊക്കെ വിത്ത് ഇവിടെ മണ്ണിൽ കിടക്കുന്നത് ക്ലൈമറ്റൊക്കെ ഒത്തു വരുമ്പം അത് തന്നെ മുളച്ച് വരും. തന്നെ മുളച്ച് വരുന്നതിനൊക്കെ നല്ല വിളവാണ്. ഒരു വളവും ചെയ്യുന്നില്ല, വെള്ളം മാത്രമേ ഞാൻ ഒഴിക്കാറുള്ളൂ. ഇതിപ്പം ഞാനൊരു 4 ദിവസം കൂടിയാണ് ഇപ്പോൾ ഇന്ന് പയർ പറിക്കാൻ ഇറങ്ങിയത്. പയർ കൂടുതലും ഞാൻ ഇച്ചിരി മൂത്തതിന് ശേഷം പുളിപ്പയറായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതലും മൂത്തിങ്ങനെ നിൽക്കുന്നത്. കോഴി ഒരെണ്ണം ചത്തുപോയി. അതിൻ്റെ തൂണിനിടയിൽ സ്റ്റക്കായി നിന്ന് കണ്ടില്ല. അങ്ങനെ അത് ഒരെണ്ണം ചത്തുപോയി. ഒരെണ്ണേ ഉള്ളൂ. പയറും പാവലും ഒക്കെ ഇതുപോലെ പല സ്ഥലത്തും ഇതുപോലെ തനിയെ മുളച്ച് കയറി വന്ന് നിൽപ്പുണ്ട്. 100% ജൈവം എന്ന് പറയാം. വെള്ളം മാത്രമേ ഒഴിക്കാറുള്ളൂ. കണ്ടോ, ഇതുപോലെ പാവയ്ക്കൊക്കെ പഴുത്ത് അരി താഴെ വീണ് മണ്ണിൽ കിടക്കും. അത് ക്ലൈമറ്റൊക്കെ നല്ല കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവൻ തന്നെ മുളച്ച് വരും. അതിന് നല്ല ശക്തിയാണ് അതിന്. ഇതൊക്കെ പയറൊക്കെ ഇതൊക്കെ കൂടുതലും തനിയെ കിളുത്ത് വന്നതാണ്. കോവൽ ഈ വർഷം എനിക്ക് അത്ര ശരിയായില്ല. എന്നുവെച്ചാൽ എൻ്റെ അടുത്ത പ്ലം നിൽക്കുന്നുണ്ട്. അതിൻ്റെ വേര് കാരണം എൻ്റെ വളമെല്ലാം വലിച്ചെടുക്കുകയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതുപോലെ കോവൽ ശരിയായില്ല. ആദ്യമൊക്കെ തണുപ്പുണ്ടായിരുന്ന കാരണം കാപിടുത്തം കുറവായിരുന്നു. ഇത് കറിവേപ്പ് എല്ലാ വർഷവും കൃത്യമായിട്ട് കംപ്ലീറ്റ് പ്രൂൺ ചെയ്ത് വിടുന്ന കാരണം നല്ല ഇല കിട്ടും. ചീരയൊക്കെ സീസൺ കഴിഞ്ഞു. ഇനിയിപ്പം വിത്തിനായിട്ടും ഒക്കെ നിർത്തിയിരിക്കുന്നതാണ് ചീര. പീച്ചിങ്ങ ആണേലും കഴിഞ്ഞ വർഷത്തെ തനിയെ വീണ് കിളുത്തതാണ്. ഇപ്പോൾ അത് കായായി തുടങ്ങിയിരിക്കുന്നത്. കറിവേപ്പ് ഞാൻ ഇതുപോലെ ഇലയൊക്കെ വെള്ളമൊഴിച്ച് കഴുകി വിടും. പൊടിയൊക്കെ കഴുകി വിടും. എങ്കിൽ മാത്രമേ ഉള്ളൂ കറിവേപ്പ് നല്ല ശക്തിയിൽ വളരത്തുള്ളൂ. ഇപ്പോൾ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മഴ കുറവാണ്. അതുകൊണ്ട് ഈ പൊടിയൊക്കെ ഇലയിൽ പിടിച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഒന്ന് വാഷ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറിവേപ്പില കിട്ടും. ചെടിക്ക് കരുത്തും കിട്ടും. മുളക്
പഴുത്തത് ഞാൻ ഉണക്കി പൊടിക്കാനാണ് ഉപയോഗിക്കുന്നത്. പച്ച മുളക് ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കും. അങ്ങനെ ബീൻസ്, പാവയ്ക്ക, പയർ, പീച്ചിങ്ങ തുടങ്ങിയതൊക്കെയാണ് ഇന്ന് വിളവെടുത്തത്. അതിനൊപ്പം അടുത്ത വർഷത്തേക്കിനുള്ള കുറേ ഉണങ്ങിയ പയറും വെണ്ടയ്ക്കയൊക്കെ പറിച്ചെടുത്തു വിത്തിന് വേണ്ടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.